വീഡിയോയിൽ നമുക്ക് ഈ 3 ടെസ്റ്റുകൾ തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ കൂടി ചർച്ച ചെയ്യാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്സ് നോക്കാം. ടോഫൽ പ്രധാനമായും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും സ്പീക്കിങ്ങിലും റൈറ്റിംഗിലും ഇന്റഗ്രേറ്റഡ് ടാസ്കുകൾ കാണാറുണ്ട്. എന്നാൽ PTE കംപ്ലീറ്റ്ലി ഇന്റഗ്രേറ്റഡ് ടാസ്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. IELTSന്റെ കേസിലാവട്ടെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും എക്സ്റ്റെൻഡഡ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. ഇനി നമുക്ക് സ്കോറിംഗ് അല്ലെങ്കിൽ ഇവാലുവേഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് നോക്കിയാലോ. IELTSന്റെ കേസിലാണെങ്കിൽ സ്പീക്കിംഗും റൈറ്റിംഗും ഹ്യൂമൻ ഇവാലുവേറ്റേഴ്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. എന്നാൽ ലിസണിംഗ് റീഡിംഗ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് ഇവാലുവേഷൻ വരുന്നത്. PTയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എൻറ്റയർലി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് ഇവാലുവേഷൻ. എന്നാൽ ടോഫൽ ആകട്ടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, അതേസമയം ഹ്യൂമൻ ഇവാലുവേറ്റേഴ്സ് റീചെക്ക് ചെയ്യുന്നുമുണ്ട്. ഇനി എക്സാം എഴുതിയ നിങ്ങളുടെ സ്കോർ റേഞ്ച് അറിയണ്ടേ? IELTSന്റെ കേസിലാണെങ്കിൽ 0 to 9 ബാൻഡ് സ്കോർ ആയിട്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുക. എന്നാൽ PTE ആകട്ടെ അത് ഔട്ട് ഓഫ് 90ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോഫൽ ആകട്ടെ ഔട്ട് ഓഫ് 120ലാണ് ഓവറോൾ കാൽക്കുലേഷനും ഇൻഡിവിജ്വൽ കാൽക്കുലേഷൻ ആണെങ്കിൽ 0 to 30 ബാൻഡ് സ്കോറിലാണ് വരുന്നത്. അപ്പോൾ എക്സാം എഴുതിയെങ്കിൽ നിങ്ങൾക്ക് സ്കോർ റിപ്പോർട്ട് കിട്ടാൻ ആകാംക്ഷ ഉണ്ടാവുമല്ലോ. IELTSന്റെ കാര്യത്തിൽ നിങ്ങൾ പെൻ പേപ്പർ ടെസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ 13 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 6 to 8 ഡേയ്സിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. PTE 5 ഡേയ്സ് ഡ്യൂറേഷൻ ആണ് പറയുന്നതെങ്കിലും ഇപ്പോൾ 48 അവേഴ്സിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ടോഫൽ 6 to 8 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് എക്സാം എഴുതാനുള്ള കോസ്റ്റ് നോക്കണ്ടേ? എല്ലാ ടെസ്റ്റുകളും ഓൾമോസ്റ്റ് സെയിം പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. IELTS ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. UK, US, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും IELTS ടെസ്റ്റ് അക്സെപ്റ്റഡ് ആണ്. എന്നാൽ PTE മെയിൻലി ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. എന്നാൽ UKയിലെയും US-ലെയും പ്രധാന ഡെസ്റ്റിനേഷനിൽ PTE ടെസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു വരുന്നു. ടോഫലിന്റെ കേസിലാകട്ടെ മെയിൻലി നോർത്ത് അമേരിക്കയിലും US-ലും കാനഡയിലെയും ആണ് കൂടുതലായിട്ടും അക്സെപ്റ്റൻസ് കണ്ടുവരുന്നത്. ഇനി നിങ്ങൾ IELTS, PTE, ടോഫൽ ഇതിൽ ഏത് ടെസ്റ്റ് ചൂസ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആദ്യമായി നിങ്ങൾ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ഡെസ്റ്റിനേഷനിൽ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് തന്നെ തിരഞ്ഞെടുക്കുക. രണ്ടാമതായി നിങ്ങൾക്ക് പെൻ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് വേണോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വേണോ എന്ന് തീരുമാനിക്കുക. നിങ്ങൾക്ക് ഒരു എക്സാമിനറോട് ഡയറക്റ്റ് സ്പീക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. മൂന്നാമതായി ഇതിൽ ഏത് ടെസ്റ്റിനാണ് ടെസ്റ്റിംഗ് ഡേറ്റ്സും എക്സാം സെന്റേഴ്സും നിങ്ങളുടെ ഏറ്റവും അടുത്ത പ്രദേശത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുന്നത് നല്ലതാണ്. IELTS, PTE, ടോഫൽ എന്നീ ലാംഗ്വേജ് ടെസ്റ്റുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയല്ലോ അല്ലേ? കൂടുതൽ ഇൻഫർമേഷനായി കോൺടാക്ട് ABE സർവീസസ്.